സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. 5 മണിവരെയുള്ള കണക്ക് പ്രകാരം 1181 പത്രികകളാണ് ലഭിച്ചത്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 26-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. നമുക്കറിയാം 2 ദിവസമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. അവസാന ദിവസം ഇന്നായിരുന്നു. ഇന്ന് 5 മണിയായിരുന്നു. 5 മണിവരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയവും. 1181 പത്രികകളാണ് ലഭിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ദിൽന കൂടി ചേരുന്നുണ്ട്. ദിൽന, ഇന്ന് അങ്ങനെ സ്ഥാനാർത്ഥികളെല്ലാം നാമനിർദ്ദേശ പത്രികകളെല്ലാം സമർപ്പിച്ചിരിക്കുകയാണ്. 5 മണിവരെയുള്ള കണക്ക് പ്രകാരം 1181 പത്രികകളാണ് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. അതെ അവന്തിക, ഈ സൂചിപ്പിച്ചത് പ്രകാരം ഇന്നായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഉണ്ടായിരുന്നത്. ഇതിനോടകം തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ബാക്കിയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ഇന്ന് 5 മണി വരെയുള്ള കണക്ക് പ്രകാരം 1181 പത്രികകളാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് 676 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ നോമിനേഷൻ വന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മണ്ഡലത്തിലാണ്. അതായത് 20 നോമിനേഷനുകളാണ് അവിടെ വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 105 നോമിനേഷനുകളാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം നിയമവും വട്ടിയൂർക്കാവും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ഈ രണ്ട് മണ്ഡലങ്ങളിലും 7 നോമിനേഷനുകളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോവളത്തും ഏറ്റവും കൂടുതൽ, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ഒരു മണ്ഡലമായി കോവളവും പറയാം. കൊല്ലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 79 നോമിനേഷനാണ് കൊല്ലത്ത് വന്നിട്ടുള്ളത്. അവിടെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നിട്ടുള്ളത് പുനലൂർ, കൊല്ലം മണ്ഡലങ്ങളിലാണ്. അതായത് പുനലൂരിൽ 6ഉം കൊല്ലത്ത് 8 നോമിനേഷനുമാണ് ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 21 നോമിനേഷനുകളാണ് ആകെ അവിടെ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നത് തിരുവല്ല മണ്ഡലത്തിലാണ്. 4 നോമിനേഷനുകൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും ഈ പറയുന്നത് പോലെ പ്രത്യേകം കണക്കെടുത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു നോമിനേഷൻ്റെ കണക്ക് തന്നെയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. നമുക്കറിയാം ഇനി നാളെ സൂക്ഷ്മ പരിശോധനാ ദിനമാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഈ പിശകുകളോ എന്തെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിപ്പോകാനും അതുപോലെ തന്നെ സ്വയമേ ആ പത്രിക പിൻവലിക്കാനുള്ള ഒരു തീയതിയായി 26-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 3 മണി വരെയും സമയമുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും. ഇപ്പോൾ 1181 നോമിനേഷനുകൾ വന്നിട്ടുണ്ടെങ്കിലും അതിനുശേഷമായിരിക്കും, അതായത് വ്യാഴാഴ്ച കഴിയുന്നതോടുകൂടിയായിരിക്കും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം. അതായത് നമുക്കറിയാം 9-ാം തീയതി, ഇനി അധിക ദിവസങ്ങളില്ല. ഇനി ഈ ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ അധിക നാളുകളില്ല. ഇനി കൃത്യമായൊരു നോമിനേഷൻ്റെ കണക്കും കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് ചിത്രവും തെളിയാൻ വേണ്ടി ഇനി 2 ദിവസം കൂടെ കാത്തിരിക്കണം. അതായത് വ്യാഴാഴ്ച ഈ നോമിനേഷൻ പത്രിക പിൻവലിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടെ കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറയുന്നത് പോലെ ഒരു ചിത്രം തെളിയുകയുള്ളൂ. അവന്തിക.